നമസ്കാരം. മൂന്നാം സീറ്റ് എന്ന പിടിവാശിയിൽ കടിച്ചു തൂങ്ങാൻ ലീഗില്ല. ലോക്സഭയിലേക്ക് 2 സീറ്റ്. രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പാളയത്തിലെ പടയോട് തങ്ങൾ തൽക്കാലം പറഞ്ഞിട്ടുണ്ട്. നേരിടുന്നത് അതിനേക്കാൾ വലിയ ചോദ്യമാണ്. അതിനുത്തരമില്ലാതെയാണ് പാണക്കാട്ടെ യോഗം സമാപിച്ചത്. എന്തിനാണ് ലീഗിൽ മണ്ഡലമാറ്റം ഉണ്ടായത്? മറുപടി പറയാതെ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പിരണ്ടു. പൊന്നാനിയിൽ ഈറ്റിക്ക് പൊറുതികേടുണ്ട്. CPIMന്റെ ഹംസ ഇഫക്റ്റ് പലതും മുന്നിൽ കണ്ടാണെന്ന് ലീഗ് ഭയക്കുന്നു. അതുണ്ടാകാതിരിക്കാൻ സമസ്തയെ ചേർത്തു നിർത്തണം. കോൺഗ്രസുമായി കലഹിച്ചു നിൽക്കുന്നതും ഈ അവസരത്തിൽ ഗുണകരമല്ല. അതുകൊണ്ട് വിജയമുറപ്പിക്കാൻ ലീഗിന് എല്ലാവരും വേണം. അങ്ങനെ പല വള്ളത്തിൽ കാല് ചവിട്ടിയോ പാണക്കാട്ട പ്രഖ്യാപനം. ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ആരോടെല്ലാം വഴങ്ങി? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് VT ബൽറാം, മുസ്ലിം ലീഗിൽ നിന്ന് N ഷംസുദ്ദീൻ, CPIMൽ നിന്ന് M പ്രകാശൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ N ഷംസുദ്ദീൻ MLA, എന്തുകൊണ്ട് 2 സീറ്റിൽ ലീഗ് ഇപ്പോൾ തൃപ്തരായിരിക്കുന്നു? എന്തുകൊണ്ട് മണ്ഡലമാറ്റം എന്ന സാധ്യതയിലേക്ക് ലീഗ് സ്വയം തയ്യാറെടുക്കുന്നു? ഇവിടെ ആദ്യം വേണു ഈ ചർച്ചക്ക് നടത്തിയ ഇൻട്രോ ഒരു ശരിയായ രീതിയിലായില്ല. ഈ ഒരു മുന്നണി ബന്ധത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വരുമ്പോൾ ഒരു ഘടകകക്ഷി സീറ്റ് ചോദിക്കലും അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കലും ഒക്കെ ഏത് മുന്നണിയിലും സ്വാഭാവികമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ഇങ്ങനെ ഈ രൂപത്തിൽ പാർട്ടി നേതൃത്വത്തെ ഇകഴ്ത്തി പറയേണ്ട കാര്യം അതിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗിന് അധികമായൊരു സീറ്റ് വേണം എന്ന്, അത് ഞങ്ങളുടെ ശക്തിക്കും ഒക്കെ അനുസരിച്ച് അത് ആവശ്യമാണ് എന്നതുകൊണ്ട് ഞങ്ങളത് ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് ഇത്തവണ പ്രത്യേകിച്ച്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ കേരളത്തിൽ 19 സീറ്റ് നേടിയ മുന്നണിയാണ് ഞങ്ങളുടെ മുന്നണി. അപ്പോൾ ആ 19 ഇടത്തും ലീഗിൻ്റെ 2 കഴിച്ചാൽ, കേരള കോൺഗ്രസ് മുന്നണി മാറിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സിറ്റിംഗ് MP-മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായോഗികമായ പ്രശ്നങ്ങൾ, അതിൽ പലരും ഒരു തവണ ജയിച്ചവർ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇത് മനസ്സിലാക്കാൻ എന്തിനായിരുന്നു 3 വട്ടം ചർച്ച നൽകുന്നതിലുള്ള കോൺഗ്രസിൻ്റെ പറയട്ടെ, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യല്ലേ. ഞാനത് ഈ ചർച്ചയ്ക്ക് വരുമ്പോഴേ എന്നോട് ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നാണ്. പിന്നെ നിങ്ങളുടെ ഈ പോസ്റ്റർ വാട്സപ്പിൽ കണ്ടപ്പോൾ എന്നെ വിളിച്ച ആളോട് വീണ്ടും ചോദിച്ചു, ഇങ്ങനെ ഒരു ചർച്ചക്കാണെങ്കിൽ താല്പര്യമില്ല. കാരണം അങ്ങനെ കീറി മുറിക്കേണ്ട ഒരു വിഷയം ഇതിനകത്തില്ല. അപ്പോൾ 3 വട്ടവും 4 വട്ടവും ചിലപ്പോൾ ഇനിയും ചർച്ചകളുണ്ടാവും. ഒരു മുന്നണിയിലെ 2 പ്രധാനപ്പെട്ട കക്ഷികളല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരാ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ അതിന് പകരമായി ഈ വരാൻ പോകുന്ന ഒഴിവ് രാജ്യസഭയിൽ ലീഗിന് നൽകാമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായി. തൽക്കാലം ആ ഒരു സാഹചര്യം AICC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിൽ ഈ ജൂൺ മാസത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭ, അതിൽ 1 സീറ്റാണ് UDFന് ലഭിക്കുക. കാരണം UDF പ്രതിപക്ഷത്താണ്. ഭരണകക്ഷിക്ക് 3 ഒഴിവുകളാണ് വരുന്നത്. ശ്രീ അളമരം കരീമും അതുപോലെ തന്നെ ജോസ് കെ മണിയും മറ്റുമൊക്കെ ആയിട്ട് 3 ഒഴിവുകളാണ് വരുന്നത്. UDFന് അതിൽ 1 ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സാഹചര്യം, ഇപ്പോൾ കോൺഗ്രസ്സിന് 1 MP-യേ ഉള്ളൂ. ജബി മേത്തർ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗമായിട്ടുള്ളത്. അതുപോലെ തന്നെ UDFനുള്ളത് മറ്റൊന്ന് ലീഗിൻ്റെ PV അബ്ദുൽ വഹാബ്, അദ്ദേഹവുമാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന വ്യവസ്ഥയോടുകൂടിയാണ് ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. ആ ഒരു പ്രായോഗികമായ സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അതിലൊരു ധാരണ എത്തിയത്. അതുപ്രകാരമാണ് ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പിന്നെ വേണു ചോദിച്ച ഒരു ചോദ്യം, എന്തിനാണ് മണ്ഡലമാറ്റം? അതൊക്കെ സത്യത്തിലൊരു പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യമാണ്. ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ സാഹിബ് 3 തവണയായി പൊന്നാനിയിൽ നിന്ന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ച ആളാണ്. അവസാനം 2 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ET ജയിക്കുന്നത്.
അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ആശങ്കകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ഏറ്റവും ടോപ്പ് സീറ്റ് ഏതാണ്? ഒന്നാമത്തെ സീറ്റ് മലപ്പുറമാണ്, 2 ഞങ്ങളുടെ പൊന്നാനി സീറ്റ്. കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് മത്സരിച്ചു, മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനിയിൽ മത്സരിച്ചു. പിന്നീട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിലേക്ക് വന്ന ആ സാഹചര്യത്തിലാണ്, അവിടെ ഉപതെരഞ്ഞെടുപ്പിലാണ് സമദാനി മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാവുന്നത്. പിന്നെ മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി മലപ്പുറമാണ്. അതുപോലെ തന്നെ സമദാനിയുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി കോട്ടക്കൽ നിൽക്കുന്നത് പൊന്നാനിയിലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ചേഞ്ച്, ശരി, അതൊക്കെ ഒരു പാർട്ടിക്ക് എടുക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ശരി ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഒരുപാട് മനപ്പായസം നിങ്ങൾ ഉണ്ടു. ലീഗിനേക്കാൾ ശക്തമായി UDF ഇല്ലാത്ത നിങ്ങൾ ലീഗിന് വേണ്ടി വാദിച്ചു. പക്ഷെ അതെല്ലാം നനഞ്ഞ പടക്കമായി എന്ന ആശാഭംഗം നിങ്ങൾക്കുണ്ടോ ഇന്ന്? ഞങ്ങൾ ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഈ രാജ്യത്തിൻ്റെ ഭാവി നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാണുന്നത്. ഇന്ന് ഇന്ത്യക്കകത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. അതാവട്ടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭങ്ങളിൽ കുറേ കൂടി ശക്തിപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ള നിലയുണ്ട്. എന്നാൽ ആ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണ നീക്കങ്ങളോട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് ക്രിയാത്മകമായല്ല പ്രതികരിക്കുന്നത്. അവർക്ക് ഹിന്ദു വോട്ട് ഒരു കാരണവശാലും കുറയാൻ പാടില്ല എന്ന വികാരം വെച്ചുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇത് ഈ വർഗീയവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതിഗുരുതരമായ വിപത്തിലേക്ക് അവരെ നയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതിൽ ഏറ്റവുമേറെ ഗൗരവത്തോടെ ഇടപെടാൻ ബാധ്യതയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പാർട്ടി. എന്നാൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്കകത്ത് ഇവിടെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തോട് എല്ലാ സന്ദർഭങ്ങളിലും വഴങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണ് ലീഗിനെ സംബന്ധിച്ചുണ്ടാവുന്നത്. അത് ബാബരി പള്ളി പൊളിക്കുന്ന സന്ദർഭത്തിലായാലും അതുപോലെ തന്നെ രഥയാത്രയുടെ സന്ദർഭത്തിലായാലും മറ്റു ഒട്ടനവധി വിഷയങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ അവസാനം സ്വന്തം അഭിപ്രായം വിഴുങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണ് ലീഗിന് എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. 3-ാം സീറ്റ് എന്ന് പറയുന്ന ആവശ്യം ഈ അടുത്ത കാലത്തായിട്ട് ലീഗ് ഉന്നയിച്ചതല്ല, എത്രയോ കാലങ്ങളായിട്ട് ലീഗ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തെ 62 മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷം CPM ഏറ്റെടുക്കുന്നത് എന്തിന്? അല്ലെ, ഞങ്ങളിപ്പോഴും മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ലീഗിന് 3 സീറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ഏറെ ഇവിടെ ഇത്തരം ഹിന്ദു പ്രീണന നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനോട് എല്ലാ കാലത്തും വഴങ്ങുന്ന ഒരു നിലപാട് അത് ലീഗിന്റെ അണികൾക്ക് തന്നെ വലിയ വിയോജിപ്പുള്ള കാര്യമാണ്. അല്ലല്ല, അത് രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്ന്, ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ ശക്തി മറ്റൊന്ന്. അതിലൂന്നി നിന്നുകൊണ്ട് അല്ലല്ല, ഒരു സെക്കൻഡ്, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ ശക്തിയുടെ ബലം നിങ്ങൾ അളന്നു നോക്കി. 6 സീറ്റ് വരെ നിങ്ങൾ അനുവദിക്കുകയും ചെയ്തു. 2-ൽ ലീഗ് തൃപ്തിപ്പെടുകയാണ്. അപ്പോൾ ലീഗിന്റെ ശേഷിക്കുറവ് ഈ രൂപത്തിൽ ഇതിനകത്ത് ഒരു അദൃശ്യ കക്ഷിയായി ചേർന്നുകൊണ്ട് കോൺഗ്രസിന് ബോധ്യപ്പെടുത്തി കൊടുത്ത വിപരീതമായ പങ്കാളിത്തമാണോ CPM-നുള്ളത്? അല്ല, നിങ്ങൾ സമീപകാല കേരള രാഷ്ട്രീയം പരിശോധിക്കുക. ഇപ്പോൾ ഇവിടെ നവകേരള സദസ്സ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനോട് സഹകരിക്കണം എന്നുള്ള ശക്തമായിട്ട് അഭിപ്രായം ലീഗിനകത്തുണ്ടായിരുന്നു. ലീഗിൻ്റെ ചില നേതാക്കന്മാർ തന്നെ ആ കാര്യം സംബന്ധിച്ച് പരസ്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പലസ്തീനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യം മാത്രമാണ്. ഇവിടെ ലീഗ് പറയുന്നു സിറ്റിംഗ് MP-മാർ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്, അതുകൊണ്ടൊരു 3-ാം സീറ്റ് കൊടുക്കാൻ കഴിയില്ല. അതിനോട് ലീഗ് വഴങ്ങുന്നു. അതിനകത്ത് CPM-ന്റെ നിലപാടെന്താണ്? ലീഗിന്റെ ഈ പ്രതികരണം വിശ്വാസയോഗ്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഈ മൃദു ഹിന്ദുത്വത്തോട് ലീഗ് വഴങ്ങുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അധികമായ കാരണം എന്താണ്? ഇത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാലാകാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഞാനതാ പറഞ്ഞത്. പലസ്തീൻ ഇഷ്യൂവിൽ കോൺഗ്രസിന് വഴങ്ങിയാണ് തീരുമാനം മാറ്റിയത് എന്ന് ലീഗ് പരസ്യമായിട്ട് പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നിലപാടല്ല ലീഗിനുള്ളത്. ഈ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട നിലപാട് നിങ്ങൾ പരിശോധിക്കുക.
ലീഗിന് കോൺഗ്രസ് നിലപാടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വഴങ്ങേണ്ടി വരുന്ന ലീഗ് ഇത്തവണ ആ ഒരു വഴങ്ങൽ ഉണ്ടാവില്ല എന്നാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളൊക്കെ എന്താ വ്യക്തമാക്കുന്നത്? ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ 3ാമത്തെ സീറ്റ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകും എന്നാണല്ലോ ഇപ്പോൾ അവർ പറയുന്നത്. എന്നാൽ രാജ്യസഭാ സീറ്റ് 2 വരാനുണ്ട്. 2ാമത്തെ സീറ്റ് ലീഗിൻ്റെ സീറ്റാണ്. ആ സീറ്റ് ലീഗിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ലീഗിന് എന്താ ഇതില് ഏത് നിലക്കുള്ള വഴങ്ങലാണ്? ശരി, അതിന് ലീഗിന്റെ പ്രതിനിധി പറയട്ടെ. ഒരു കാര്യം കൂടി പ്രകാശൻ മാസ്റ്റർ, ഈ അല്ലല്ല ഒരു സെക്കൻഡ് ഈ പൊന്നാനിയും മലപ്പുറവും വെച്ചുമാറിയത് 2 സ്ഥാനാർത്ഥികളും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണെന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, വെച്ചു മാറുന്നതിനൊക്കെ കാര്യം അവർ തന്നെ പറയേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലീഗാണ് അവരുടെ അണികളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരുപാട് ആഴ്ചകളായിട്ട് എന്തിനാണ് ലീഗ് ഈ നിലക്ക് മസിൽ പിടിച്ചത്? ഇങ്ങനെയായിരുന്നു തീരുമാനമെങ്കിൽ ഈ മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒറ്റ സെക്കൻഡ് എനിക്ക് ബൽറാമിലേക്ക് പോകുന്നതിന് മുമ്പ് യോഗം ചേരുന്നു. ഒരു സെക്കൻഡ്, ശ്രീ ഷംസുദ്ദീൻ ഇഞ്ച് മുന്നോട്ട് പോയില്ലല്ലോ. അല്ലല്ല, ആ മസിൽ പിടുത്തത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് പ്രകാശൻ മാസ്റ്റർക്ക് മറുപടി നൽകൂ. അല്ല, ഇത് വളരെ ക്ലിയർ അല്ലേ. ഈ ജൂണിൽ വരുന്ന രാജ്യസഭാ സീറ്റ് 3ാം സീറ്റിന് പകരമായിട്ട് തന്നെയാണ് UDF സംവിധാനത്തിൽ ലീഗിന് ലഭിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നിലവിലുള്ള MP പുറമെ രാജ്യസഭയിൽ ഒരാൾ കൂടി ഉണ്ടാകും. പിന്നീട് ഇവിടെ കേരളത്തിൽ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത് 2026 2 കൊല്ലം കഴിഞ്ഞിട്ട്. അതും അപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ഒഴിവാകുന്ന ഒരാൾ ലീഗിൻ്റെ PV അബ്ദുൽ വഹാബ് അദ്ദേഹമാണ്. അപ്പോൾ ആ ഒഴിവ് വരുമ്പോഴുള്ള ധാരണ എന്ന് പറയുന്നത് അന്ന് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. സാഹചര്യം എന്താവുമെന്ന് പറയാൻ കഴിയില്ല. അന്ന് ഭരണകക്ഷിയാണെങ്കിൽ UDF ഭരണകക്ഷിയാണെങ്കിലും ആരാണോ ഭരണകക്ഷി അവർക്ക് 2 സീറ്റും പ്രതിപക്ഷത്തിന് 1 സീറ്റും. അതാണ് കേരളത്തിൽ 3 സീറ്റ് ഒഴിവ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി. അങ്ങനെയാണെങ്കിൽ അവിടെയും കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ 2 സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 2 സീറ്റ് ലീഗും കോൺഗ്രസ് ഓരോന്ന് എന്നുള്ളത് തന്നെയാണ് ധാരണ. അല്ല, അവിടെയാണ് പ്രകാശ് മാഷ് പറയുന്നത്. അപ്പോ നിലവിലുള്ള അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അധികമായി എന്ത് കിട്ടിയെന്നാണ് എന്ന ചോദ്യം ബാക്കിയാവുന്നു. കിട്ടിയില്ലേ? ഞങ്ങൾക്ക് രാജ്യസഭയിൽ ഇപ്പോൾ ഒരാളാണ് ഉള്ളത്. ഈ 2026 വരെ തന്നെ 2 ആളായി. ഞങ്ങൾക്ക് ഈ ജൂണിൽ വരുന്ന അംഗത്തോടു കൂടി 2026 വരെ ആയി. 2026 ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം നമുക്ക് പറയാൻ കഴിയില്ല. ശരി, ഞാൻ അതിലേക്ക് വരാം. ശരി, രാജ്യസഭയിലുള്ള ഇപ്പൊ നമ്മുടെ അടിയന്തര വിഷയം ശ്രീ വി ടി ബൽറാം ഇവിടെ 3ാം സീറ്റ് രാജ്യസഭയിലൂടെ ഉറപ്പാക്കി എന്ന് ലീഗ് പറയുന്നു. എന്ന് വെച്ചാൽ ലീഗ് എന്താണോ ആഗ്രഹിച്ചത് അത് ലീഗ് നേടിയെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. ലീഗ് ഇതിന് വഴങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. അതും കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വത്തിന് വഴങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. ലീഗ് എന്തിനാണ് മസിൽ പിടിച്ചത് എന്ന ചോദ്യം വരുന്നു. അപ്പോൾ ലീഗിന്റെ ശക്തിയാണോ ദൗർബല്യമാണോ ഇന്നത്തെ തീരുമാനത്തിലൂടെ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത്? ഇന്നത്തെ തീരുമാനം എന്ന് പറയുന്നത് UDFന്റെ തീരുമാനമാണ്. UDFലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. കേരള കോൺഗ്രസും RSP അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളുമുണ്ട്. ഈ ഘടകകക്ഷികളുടെ എല്ലാവരുടെയും നേതൃത്വം, സംസ്ഥാന നേതൃത്വവും ഏറ്റവും ഉയർന്ന നേതൃത്വം കൂട്ടായി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കൺസെൻസസ് ആണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ പിരിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വിജയമോ പരാജയമോ ആയിട്ടല്ല കോൺഗ്രസ്സുകാരായിട്ടുള്ള ഞങ്ങളും മുസ്ലിം ലീഗുകാരായിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരും നോക്കിക്കാണുന്നത്. ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് കൂട്ടായ ചർച്ചകളിലൂടെ പക്വമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് വളരെ സംതൃപ്തികരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു പര്യവസാനം ഇന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീ M പ്രകാശൻ അടക്കമുള്ള ആളുകളുടെ വേവലാതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തോട് അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ കേൾക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. കാരണം BJPക്ക് ആയുധം വിട്ടുകൊടുക്കരുത് എന്ന് മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞു തന്നിരുന്ന ആളുകളാണ്.
പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ബി ജെ പിക്ക് കേരളീയ സമൂഹത്തിൽ വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി, വിഷം കലക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന പണി CPM മുൻ തെരഞ്ഞെടുപ്പുകളിൽ എടുത്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ഇതാ അവർ ആ അജണ്ട ഒരു മറയുമില്ലാതെ ആയുധരൂപത്തിൽ BJPയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അറിയാലോ, ഇതേ CPMകാർ തന്നെയാണല്ലോ മുമ്പ് പറഞ്ഞിരുന്നത്. ഒരു കാലഘട്ടത്തിൽ UDFൻ്റെ അന്നത്തെ നേതൃത്വത്തെ നോക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി എന്നുള്ളതായിരുന്നു അന്നത്തെ UDFൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അങ്ങേയറ്റ ദുസ്സൂചനയുള്ള ഒരു ആക്ഷേപം അന്നത്തെ CPMൻ്റെ നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താകുമ്പോഴേക്കും മാണി സാറൊക്കെ ഇതിൽ നിന്ന് മാറിയതുകൊണ്ട് ആ കുഞ്ഞുമാണി എന്നത് മാറ്റി ഹസ്സൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ ഇവർ 3 പേരുമാണ് UDFൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള നിലയിലുള്ള സമാനമായ ദുസ്സൂചനകൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവർ ആ അജണ്ടകൾ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു എന്ന് മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ തന്നെ താങ്കൾ ഈ പറഞ്ഞ രണ്ട് രാഷ്ട്രീയ സന്ദർഭങ്ങളിലും ശക്തമായ എതിർപക്ഷത്ത് ലീഗിനെ നിർത്തിക്കൊണ്ടാണ് CPMന്റെ വിമർശനം വന്നിട്ടുള്ളത്. ഇത്തവണ അങ്ങനെയല്ല. ഇപ്പൊ പ്രകാശൻ മാഷ് ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങളുമായി ലീഗ് ഏതൊക്കെ വിഷയങ്ങളിൽ തോളോട് തോൾ ചേർന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് ഒരു വ്യത്യസ്തമായ നിലപാടെടുക്കുന്നതിനെ CPM വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് CPM ഇതിലൊരു അദൃശ്യ പങ്കാളിയാകുന്നത്. എന്നു മാത്രവുമല്ല, ഒരർത്ഥത്തിൽ CPMുമായി ഇത്രയും തോളോട് തോൾ ചേർന്നതിൻ്റെ ബലം നിങ്ങളെ സംബന്ധിച്ച് ലീഗിന് വഴങ്ങാൻ നിങ്ങളെ നിർബന്ധിതമാക്കിയിട്ടുണ്ട് ഇത്തവണ. അല്ല, ലീഗിൻ്റെ ഏതെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ദുരഭിമാനവും ഞങ്ങൾക്കില്ല, ഒരു മടിയുമില്ല. നമ്മൾ കണ്ടതല്ലേ ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പോകരുതേ എന്ന് കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നത്. നമ്മൾ കണ്ടതല്ലേ MVR അനുസ്മരണത്തിൽ പോകരുതേ എന്ന് സമ്മർദ്ദം ചെലുത്തുന്നത്. അപ്പോ ഈ പറയുന്ന നവകേരള സദസ്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ മലപ്പുറത്തെ അഭൂതപൂർവമായ പങ്കാളിത്തം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെയെങ്കിൽ CPMനാണ് മലപ്പുറത്തെ ഏറ്റവും വലിയ ശക്തി. അത് ഈ പറയുന്ന നവകേരള സദസ്സിലൂടെ ദൃശ്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അണികളായാലും നേതാക്കന്മാരായാലും ഈ വിഷയത്തിൽ ഒരു പടി കടന്നപ്പുറത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങളാണ് പരമാവധി മുൻകരുതൽ എടുക്കുന്നത്. ഇനിയും അത് കണ്ടില്ലെന്ന് പറയരുത്. ആ ബലത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ വഴങ്ങേണ്ട ഒരു ഭാഷയിലേക്ക് പിന്മാറേണ്ടിയും വരുന്നത്. ബൽറാം, ഞാൻ വേണുവിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാനിരിക്കുകയായിരുന്നു, മറുപടി പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് പുതിയൊരു ചോദ്യം അങ്ങ് ഉന്നയിച്ചത്. ഇനിയെങ്കിലും എനിക്കൊരവസരം പൂർണ്ണമായി എൻ്റെ വാദങ്ങൾ നിരത്താനുള്ള അവസരം അങ്ങ് തരണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു വഴങ്ങലോ കീഴടങ്ങലോ ഒളിച്ചോട്ടമോ പിന്മാറലോ ഒന്നുമായിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കിക്കാണുന്നതേ ഇല്ല. തീർച്ചയായിട്ടും ശരിയാണ്. മുസ്ലിം ലീഗിന് ഇപ്പോൾ ഉള്ളത് 3 MPമാരാണ്. 2 പേർ ലോക്സഭയിലും ഒരാൾ രാജ്യസഭയിലും. ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം ഈ പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിന് 4 MPമാരുണ്ടായിരിക്കും. 2 MPമാർ ലോക്സഭയിലുണ്ടായിരിക്കും, 2 MPമാർ രാജ്യസഭയിലും ഉണ്ടായിരിക്കും. ലോക്സഭയിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് 2 MPമാർ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾ 100% ശുഭപ്രതീക്ഷയോടുകൂടി പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ എതിരാളികളായിട്ടുള്ള LDF തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം LDFൻ്റെ കൺവീനർ ശ്രീ EP ജയരാജൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നിന്നാലും പൊന്നാനിയിലും മലപ്പുറത്തും അവർക്ക് ജയിക്കാൻ സാധിക്കുമെന്ന്. EP ജയരാജൻ ഇപ്പോൾ കുറച്ചുകൂടി സമാധാനമായിട്ടിരുന്നോളൂ, മുസ്ലിം ലീഗ് ഒറ്റയ്ക്കല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും UDF ഒറ്റക്കെട്ടായിട്ടാണ് പൊന്നാനിയിലും മലപ്പുറത്തും മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് വിജയിക്കാൻ പോകുന്ന മണ്ഡലത്തിൽ UDF എന്ന നിലയിൽ കൂടുതൽ തിളക്കമാർന്ന വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ 2 MPമാർ ലീഗിന് ലോക്സഭയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. രാജ്യസഭയിലും 2 MPമാർ, ഇപ്പോൾ ഒരെണ്ണമുള്ളത് 2ആയി വർദ്ധിക്കാൻ പോകുന്നു. അങ്ങനെ ലീഗിൻ്റെ ശക്തി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വർദ്ധിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിഷമമോ അല്ലെങ്കിൽ അതൊരു കീഴടങ്ങലാണ് ഞങ്ങളെ സംബന്ധിച്ച് എന്നുള്ള ചിന്തയോ ഞങ്ങൾ ആർക്കുമില്ല. ലീഗ് അർഹിക്കുന്നതാണ്. ലീഗിന് കേരളത്തിലെ മതേതര ജനസമൂഹം എല്ലാ കാലത്തും നൽകിയിട്ടുള്ള ഒരു പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ഈ അർഹതപ്പെട്ട പദവിയിലേക്ക് വന്നിട്ടുള്ളത്. അത് അനുവദിച്ചു നൽകുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങൾക്ക് ലോക്സഭയിൽ ഞങ്ങളുടെ ചിഹ്നത്തിൽ തന്നെ കൂടുതൽ ആളുകൾ മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സാഹചര്യം ഞങ്ങൾ മുന്നോട്ട് വച്ചപ്പോൾ അതിനെയും വളരെ പോസിറ്റീവായി തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു വിവേകം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം കാണിച്ചു. അതിനെ ഞങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇവിടെ വളരെ സ്പഷ്ടമാണ്. നിങ്ങൾ VD സതീശൻ്റെ പത്രസമ്മേളനം കേട്ടു.
അതിനുശേഷം പാണക്കാട് ശിഹാബ് തങ്ങളുടെ പത്രസമ്മേളനം കേട്ടു. രണ്ടുപേരും ആവർത്തിച്ചൊരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ലീഗ് മത്സരിക്കുന്നത് 2 സീറ്റിലല്ല, 20 സീറ്റിലാണ്. കോൺഗ്രസ് മത്സരിക്കുന്നത് 16 സീറ്റിലല്ല, 20 സീറ്റിലാണ്. ഈ 20 സീറ്റിൽ എന്തുകൊണ്ടാണ് ആ നിലയിൽ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പാണക്കാട് തങ്ങളുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരു വാചകം മാധ്യമം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു 10 സെക്കൻഡ് കൊണ്ടൊന്ന് വായിക്കാം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്തിന്റെ ഭരണം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തീരുമാനിക്കും. ഫാഷിസത്തിനെതിരെ രാജ്യത്തെ ഏകോപിപ്പിച്ച് നിർത്താൻ ഇന്ത്യ മുന്നണിയിൽ ശക്തമായി നിലകൊള്ളുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. 2ലും 3ലുമല്ല 20 സീറ്റിലും ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത്. 20 സീറ്റുകളുടെയും വിജയമാണ് ലീഗ് ലക്ഷ്യം വെക്കുന്നത്. വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് രാജ്യത്ത് നടക്കുന്നത്. ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് ഭിന്നതയുണ്ടാക്കുന്നു. ഏക സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും മുകൾ തട്ട് തൊട്ട് ഏറ്റവും താഴെ തട്ടിലുള്ള അണികൾ വരെ ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ തീരുമാനങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് അനായാസം കഴിയുന്നത്. ശരി ബൽറാം, ഞാൻ മറ്റത്തിലേക്ക് പോവാണ്. ശരി ശ്രീ എൻ പി ചെക്കുട്ടി, ഞാൻ വരാം. ശ്രീ ബൽറാം, ഞാൻ വരാം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ നേരിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ട് ലീഗ് 2 സീറ്റിൽ വഴങ്ങി? അല്ല, അതൊരു വഴങ്ങലിൻ്റെ പ്രശ്നമായിട്ട് കാണേണ്ട വേണു. എന്താ കാര്യം വെച്ചാൽ അവർ മുന്നണിയാണ്. അവർ മുന്നണിയിൽ എന്നും നില ഒരു 50 വർഷമായിട്ടൊരു മുന്നണിയിൽ നിൽക്കുന്ന 2 കക്ഷികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില നീക്കുപോക്കുകൾ അത് അവർക്ക് അനിവാര്യമാണ്. കാരണം അവർ കേരളം ഭരിച്ച ഒരു മുന്നണിയായിരുന്നു. എത്രയോ കാലം അവർ ഭരണം പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മറ്റേ പാർട്ടിയുടെ പ്രശ്നങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അക്കമഡേഷൻ അത് ലീഗ് എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പൊ 2 സീറ്റ് എന്നുള്ളത് തീർച്ചയായും അങ്ങനെയെങ്കിൽ ശ്രീ എൻ പി ചെക്കുട്ടി, ഇതൊരു രാഷ്ട്രീയ അബദ്ധമാകും, CPM അതിൽ കളിക്കുന്നു എന്ന ജാഗ്രതയോടുകൂടി 3 വട്ട ചർച്ചകളിലേക്ക് ഇത് വലിച്ചു നീട്ടിക്കൂടായിരുന്നു? ആ ഘട്ടം വരെ അത് പോവുക. ഒരു ഘട്ടത്തിൽ ലീഗിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സമ്മർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായി വേണമെങ്കിൽ സൗഹൃദ മത്സരത്തിലേക്ക് പോകാം എന്ന ഒരു തീവ്ര നിലപാടിലേക്ക് പോകാനുള്ള സാഹചര്യം, ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് എന്തിന്? അല്ല, ഇത് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ലീഡർഷിപ്പിന് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കോൺഗ്രസിൻ്റെ ഈ ലീഡർഷിപ്പിനോട്, കേരളത്തിലെ ലീഡർഷിപ്പിനോട് ഇത്തരം കാര്യങ്ങളിൽ അവർ റിയാക്ട് ചെയ്യുന്നതിനോട് വിയോജിപ്പുണ്ട്. കരുണാകരൻ അക്കാര്യത്തിൽ വളരെ വളരെ ശക്തമായിട്ട് വളരെ വളരെ ഉൽപ്പന്ന മതിത്വത്തോടുകൂടി കൃത്യസമയത്ത് ഒരു കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു ലീഡറാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ ലീഡർഷിപ്പിന് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും അവർ തെറ്റുപറ്റുന്നുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കില്ല. ഒരു പക്ഷേ മലബാറിൻ്റെ ഒരു പ്രത്യേകതകൾ പോലും കേരളത്തിലെ ലീഡർഷിപ്പിന് വേണ്ട വിധം മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ കോൺഗ്രസിനെ കുറിച്ച് വിമർശനമുണ്ട്. അതേ സമയത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവർക്ക് ന്യായമായിട്ട് അവരുടെ റെപ്രസെൻറ്റേഷൻ കൂട്ടേണ്ട. കാരണം പാർലമെന്റിൽ എത്ര പേരുണ്ട്? മുസ്ലിം വോയിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് എന്താ അവസ്ഥ? യഥാർത്ഥത്തിൽ ഭരണഘടനാ സമിതി ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ ചർച്ചയിൽ മുസ്ലിം റിസർവേഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കുന്ന സമയത്ത് ആഡ്വക്കേറ്റ് റെപ്രസെൻറ്റേഷൻ കോൺഗ്രസ് അടക്കമുള്ള ദേശീയ കക്ഷികൾ കൊടുത്തോളാം എന്നുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അത് അംഗീകരിച്ചത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം വോയിസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അവർ ആ കാര്യത്തിൽ തങ്ങൾ കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇപ്പോൾ വയനാടായിരുന്നു അവർക്കുണ്ടായിരുന്ന 1 സീറ്റ്. ആ സീറ്റും ഇപ്പം പിന്നെ ദേശീയ നേതാവിനാണ് കൊടുത്തത്. എന്നിരുന്നാൽ പോലും ഒരു മുസ്ലിം റെപ്രസെന്റേറ്റീവ് കൂടി ഇല്ലാതായി. അപ്പം അത്തരം കാര്യങ്ങളിൽ ലീഗ് ഉയർത്തുന്ന ഒരു ആശങ്കയുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പറയാൻ, ഞങ്ങളുടെ അനുഭവമുള്ള ആളുകൾ, മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല എന്നുള്ളൊരു പ്രശ്നം അത് ലീഗിൻ്റെ പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ആസ്പിറേഷൻസ് അത് പാർലമെന്റിൽ പറയാൻ വേണ്ടത്ര ആളുകളില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമം അവർ നടത്തുന്നു എന്നത് സ്വാഗതാർഹമാണ്. അത് മാത്രം, അതല്ലാണ്ട് അത് വൈകിപ്പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശ്രീ എൻ പി ചെക്കുട്ടി, അല്ല ഒരു സെക്കൻഡ് ശ്രീ എൻ പി ചെക്കുട്ടി, ഇതിനകത്ത് ഞങ്ങൾ UDF ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചത് തീർപ്പാക്കി, ഞങ്ങളുടെ കോൺഗ്രസ് നേതാവ് ആദ്യം പറഞ്ഞു, അതിനുശേഷമാണ് ലീഗ് നേതാവ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ മനോസുഖമുള്ള വിശദീകരണങ്ങൾ നൽകാമെങ്കിലും അടിസ്ഥാനപരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ്? ലീഗ് CPMുമായി ബന്ധപ്പെട്ട ഏത് ഘട്ടത്തിലും ഒരു സൗഹാർദ്ദത്തിലേക്ക് പോകാനിടയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പിടിവാശിയിലേക്ക് ലീഗ് പോയാൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനോട് വഴങ്ങേണ്ടി വരും എന്ന കൃത്യമായ വ്യക്തമാകൽ തന്നെയല്ലേ ഇന്നിപ്പോൾ ഈ 2 സീറ്റ് എന്നതിൽ ലീഗ് നിൽക്കുമ്പോഴും രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു എന്ന അവകാശവാദത്തോടെ ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നവരുടെ നിലപാട്?
വേണു 91 പത്രപ്രവർത്തകനായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. വേണു ആ കാലത്ത് പത്രപ്രവർത്തന രംഗത്തുണ്ട്. 91 ഞാനുണ്ടായിരുന്നു. 91 മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സുലൈമാൻ സേട്ടു അടക്കമുള്ള ആളുകൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രസ്താവന നടത്തി, ഞങ്ങൾ UDF വിടുക എന്ന്. ഓർമ്മയുണ്ടോ? 91 ഫെബ്രുവരിയിലെങ്ങാണ്ട് ആ പത്രസമ്മേളനം നടത്തി അവർ വിട്ടുപോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പറഞ്ഞു അവർ വിടുക എന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ പ്രതീക്ഷിച്ചത് LDF റെക്കമെൻഡേഷൻ കിട്ടുന്നതായിരുന്നു. എങ്ങനെയാണ് മുസ്ലിം ലീഗിനോട് അന്ന് CPM പെരുമാറി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ നിലപാടിൽ ഒരു മാറ്റവും അവർക്കില്ല. അതിനുശേഷം 94 ഈ സുലൈമാൻ സേട്ടു പാർട്ടി വളർത്തിപ്പോയി. അവരൊരു വേറെ പാർട്ടി ഉണ്ടാക്കി. LDFനോട് CPMനോട് ചർച്ച ചെയ്ത് കൊടിയും ബോർഡും അടക്കം തീരുമാനിച്ചത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം 25 കൊല്ലമാണ് പുറത്തു നിർത്തിയത്. അപ്പം അങ്ങനെ നിർത്തിയ ഒരു പാർട്ടിയോട് ലീഗ് അവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും തരും, UDFനോട് പിന്നെ വഴക്കിട്ട് പിരിയും എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് ലീഗിന്റെ ചരിത്രം 30-35 കൊല്ലമായിട്ട് ഞാൻ അവരെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരം വിഡ്ഢിത്തങ്ങളൊന്നും ലീഗ് ലീഡർഷിപ്പ് ചെന്ന് ചാടും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ പ്രകാശമാഷ് ചൂണ്ടിക്കാട്ടുന്ന ഓരോരോ സന്ദർഭങ്ങളോ മാറിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. താങ്കൾ സൂചിപ്പിച്ച ഒരു ദശാസന്ധിയിലുമല്ല ലീഗ് ഇപ്പോൾ നിൽക്കുന്നത്, ലീഗ് അഭിമുഖീകരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു അങ്ങ് തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് പോലെ ലീഗ് നേരിടുന്നത് ഒരു സാമൂഹ്യ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്, അതൊരു രാഷ്ട്രീയ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസോ CPMോ എന്ന വലിയ ചോദ്യം ലീഗിന്റെ അണികൾ നേരിടുന്നുണ്ട്. അല്ല, അത് ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ പാർലമെന്റിലെ മുസ്ലിം റെപ്രസെന്റേഷൻ, പാർലമെന്റിലെ മുസ്ലിം വോയിസ് അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. കാരണം ഇന്ത്യയിലെ ഒരു മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഏതാണ്ട് അവരുടെ വോയിസ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയും എന്നാണ് രാജ്യം ഭരിക്കുന്ന കക്ഷി തീരുമാനിച്ചിരിക്കുന്നത്. UP അടക്കമുള്ള 27-28% മുസ്ലിങ്ങളുടെ സ്ഥലത്ത് ഒരാൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മുസ്ലിം വോയിസ് വരിക, സംസാരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാകുക, അത് വളരെ വളരെ പ്രധാനമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ CPMനും കോൺഗ്രസിനും നമ്മളിപ്പോലെ സാധാരണ സെക്യുലറിസ്റ്റുകൾക്കോ ഒരേ അഭിപ്രായമാണ്. പക്ഷേ ഈ CPM ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഉടനടി തങ്ങളുടെ 50 കൊല്ലത്തെ മുന്നണി ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് ലീഗിന് പോകാൻ കഴിയില്ല. ഇനി പോയാൽ തന്നെ CPMന് ഇത് കൊടുക്കാൻ കഴിയുമോ? പോയാൽ ഒരു കാര്യം കൂടി ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ഈ 2 സീറ്റിൽ വഴങ്ങുക, അതുപോലെ തന്നെ മണ്ഡലം മാറുക, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തെളിയുന്ന ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. അതിലുള്ള അങ്ങയുടെ വീക്ഷണമാണ് വേണ്ടത്. വിയോജിക്കാം അല്ലെങ്കിൽ യോജിക്കാം. പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ലീഗ് ആരോടെല്ലാം വഴങ്ങിയെന്നത് പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഹംസ വരുന്നു, അത് സ്വാഭാവികമായും ലീഗിനെ സംശയത്തിലാക്കിയിരിക്കുന്ന സമസ്തയിലെ പ്രത്യേകിച്ച് നല്ല രോഷത്തോടെ ലീഗ് നേതൃത്വത്തെ പാണക്കാട് തങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന സമസ്തയിലെ ഒരു യുവജന വിഭാഗമുണ്ട്. അവരുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ഹംസയിലൂടെ ആകുമോ ഇനി പുറത്തേക്ക് വരിക? അവരുടെ രാഷ്ട്രീയ നിലപാട് അത് ലീഗ് ശങ്കിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സമസ്തയുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഹംസയ്ക്ക്, അതുപോലെ തന്നെ നല്ല ബന്ധമുള്ള സമദാനി ഇറങ്ങട്ടെ. അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ സ്വയം നിർബന്ധിതമാകുന്നുണ്ടോ ലീഗ് ഈ മണ്ഡലമാറ്റത്തിലൂടെ? അങ്ങനെയെങ്കിൽ ലീഗ് ആർക്കൊക്കെയാണ് വഴങ്ങുന്നതെന്ന് പരിശോധിക്കണം. ഒരർത്ഥത്തിൽ ഹംസയെ ഇറക്കിയ CPM ഞങ്ങളെന്നാൽ ഒരു ഘട്ടം വന്നാൽ നേർക്കുനേർ നേരിടും എന്ന് ബലം പിടിച്ചെങ്കിലും പിന്നെ സമസ്തയോട് ഉള്ള സമരസപ്പെടൽ, സർവോപരി ഇനിയിപ്പോൾ കോൺഗ്രസുമായും ബലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും ഞങ്ങൾക്ക് പ്രധാനമാണ്, അതുകൊണ്ട് കോൺഗ്രസിനോടും വഴങ്ങൽ. അങ്ങനെ മുന്നണിക്കകത്തും പുറത്തും സഹോദര വിഭാഗങ്ങൾക്കും ഒക്കെ വഴങ്ങുന്ന ഒരു ലീഗിനെയാണോ ഇന്ന് കണ്ടത്? വേണു, അത് പിന്നെ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. സമസ്തയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം പാണക്കാട് ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യും. ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറി? എന്തുകൊണ്ടാണ് അഹമ്മദും പൊന്നാരിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയത്? കാരണം അവരുടെ സീനിയർ മോസ്റ്റ് ലീഡർ എല്ലായ്പ്പോഴും അത് ഇസ്മായിൽ സാഹിബിൻ്റെ കാലം മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ്. ലീഗിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എല്ലായ്പ്പോഴും മലപ്പുറത്താണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നെ സീറ്റ് മാറിയ സമയത്ത് അഹമ്മദ് നേരെ മലപ്പുറത്തേക്ക് പോയി. അത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോഴുള്ള 2 പേരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ, പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ശക്തമായിട്ട് സംസാരിക്കുന്ന ആൾ, ലീഗിലെ വോയിസ് എന്ന് പറയുന്നത് ET ആണ്. അദ്ദേഹം ഇങ്ങോട്ട് മാറി, അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനെ എന്താ പറയുക അമിതമായിട്ടൊന്നും കണ്ട. ഹംസ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം ലീഗിലെത്തുണ്ടായിരുന്നു. ഹുസൈൻ രണ്ടത്താണി വരുമ്പോൾ കാന്തപുരം അതുപോലെ തന്നെ PDP അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് പോലെയല്ല. അബ്ദുറഹ്മാനെ ഇറക്കുമ്പോൾ, കോൺഗ്രസിൽ നടത്തിയെടുത്തുകൊണ്ടുവന്ന അബ്ദുറഹ്മാനെ ഇറക്കുമ്പോൾ ഉള്ള ഒരു പരീക്ഷണം പോലെയല്ല. അൻവറിനെ കൊണ്ടുവന്ന് നടത്തുന്ന പരീക്ഷണം പോലെയല്ല ഹംസ. അത് സമസ്തയുമായി ബന്ധമുള്ളതാണ്. ഹൈദരലി തങ്ങളുമായി വൈകാരികമായ ബന്ധത്തിന്റെ ഇഴയെടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതല്ലാതെ സീനിയർ മോസ്റ്റ് നേതാവിനെ ആദരിക്കാൻ മലപ്പുറത്തേക്ക് ഒരു മാറ്റം, അങ്ങനെ മാത്രമാണ് ഇതിനെ കാണേണ്ടത്.
അല്ല, ഇപ്പം ഞാൻ ഇവിടെ സമസ്തയായിട്ട് ബന്ധമില്ലാത്ത ഒരു ലീഗ് നേതാവിനൊന്ന് കാണിച്ചു തരുമോ? സമസ്തയായിട്ട് മലബാറിലുള്ള സുന്നി മുസ്ലിങ്ങളിൽ ഏത് മുസ്ലിം ലീഗ് നേതാവിനാണ് സമസ്തയായിട്ട് ബന്ധമില്ലാത്തത്? മുസ്ലിങ്ങളിൽ എല്ലാവർക്കും സമസ്തയായിട്ട് ബന്ധമുണ്ട്. കാരണം അവരുടെ മഹല്ല് കമ്മിറ്റിയുടെ നിലപാടുകൾ തീരുമാനിക്കുന്നത് സമസ്തയാണ്. അവരൊക്കെ ഓരോ മഹലിലുള്ളതാണ്, ഓരോ പള്ളിയിൽ പോണത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ അത് ആ ഒരു അമിത വായനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹംസ തീർച്ചയായും വളരെ 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 കരുത്തനായിട്ട് സ്ഥാനാർത്ഥിയാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. ഹംസ നേടുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാവാൻ ഇടയുമുണ്ട്. അതും ഞാൻ കാരണം 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലം ഇപ്പം തന്നെ LDFിൻ്റെ കയ്യിലാണ്. അപ്പോൾ തീർച്ചയായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണത്. പക്ഷേ ആ വെല്ലുവിളി നേരിടാനുള്ള സംഘടനാ ശേഷി ലീഗിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി. 96-ൽ ഏതാണ്ട് ലീഗ് വലിയ തോതിൽ പരാജയം മലപ്പുറത്ത് നേരിടുന്നു. അതെ, കുഞ്ഞാലിക്കുട്ടി തോറ്റു, അതുപോലെ ET തോറ്റു, മുനീർ തോറ്റു. അതിനുശേഷം വീണ്ടും ഒരു തിരിച്ചു വരവ് അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലീഗിനെ നമ്മൾ അങ്ങനെ എഴുതി തള്ളരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ മറ്റത്തിലേക്ക് കൂടി വരാം. ആദ്യ ഇടവേളയിലേക്ക് പോയതിനു ശേഷം ആരോടെല്ലാം വഴങ്ങിയെന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ N. ഷംസുദ്ദീൻ, ഇപ്പോൾ ഹംസയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ CPM ഒന്നും കാണാതെയല്ല ഹംസ ഇറക്കിയിരിക്കുന്നത്. അത് സമസ്തയെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. സമസ്തയ്ക്ക് കൂടി തൽപരനായ ഒരു സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ മുതൽ അടക്കം പറച്ചിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെളിഞ്ഞ ഉദാഹരണമായി വരുന്നു ഹംസ. അത്തരം വ്യാഖ്യാനങ്ങൾ എന്തായാലും ലീഗിൻ്റെ ചെവിയിലും എത്താതിരുന്നിട്ടുണ്ടാകില്ല. കൂടാതെ അമിതമായി CPM പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം കണ്ടില്ലേ? 71 ഈ പറയുന്ന MK കൃഷ്ണന് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനുള്ളൊരു അവകാശവും അവസരവും CPMന് നൽകുകയാണ്. CPMൻ്റെ മുഴുവൻ അനുഭാവികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാം കിട്ടുകയാണ് പൊന്നാനിയിൽ 53 വർഷത്തിന് ശേഷം. അത് യാദൃച്ഛികമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്നു മാത്രവുമല്ല, സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തർക്കവിതർക്കങ്ങൾ നടന്നു ഈ നാളുകളിലെല്ലാം, അതിലെല്ലാം ഒരു അദൃശ്യ പങ്കാളിയായി CPM ഉണ്ടായിരുന്നു. CPMനെ ചൊല്ലി തന്നെയായിരുന്നു പല തർക്കങ്ങളും, അല്ലാത്ത വിഷയങ്ങളും ഉണ്ടാകാം. എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ ശാക്തി കചേരി, അതിൻ്റെ സമ്മർദ്ദങ്ങൾ, അതിന് എന്തായാലും നിങ്ങൾ വില കൊടുക്കേണ്ടി വരുന്ന നാളുകളല്ലേ ഇതെല്ലാം? വേണു, ഇതൊക്കെ നിങ്ങൾ എഴുതാപ്പുറം വായിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വേണു പറഞ്ഞതിൽ തന്നെ വളരെ കൃത്യമായ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 71 ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആദ്യമായിട്ട് CPM മത്സരിക്കുന്നു. അതെന്തോ ഒരു വലിയ സന്നാഹമാണെന്നാണ് പറയുന്നത്. അത് ശരിയല്ല. 2009 വരെ, 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ വരെ അരിവാൾ നെൽക്കതിർ അടയാളത്തിലാണ്. അത് CPIയുടെ സീറ്റ്. അല്ല, 84 മുതൽ 2009 വരെയുള്ള കഥ അങ്ങ് മാറ്റിവെക്ക്. ഇന്ന് കാണുന്ന അല്ല, 84 മുതൽ 2009 വരെയുള്ള കാലം മാറ്റിവെക്കാതെ CPIയുടെ നിങ്ങൾ പറഞ്ഞ വസ്തുതാപരമായ ഒരു പിശക് ഞാൻ വസ്തുതാപരമായ പിശകില്ല. 71 ശേഷം തന്നെയാണ് ഇപ്പൊ അവിടെ, അല്ലല്ല, 71 ശേഷം തന്നെയാണ് CPM അവിടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. 2009 CPM അത് CPIയിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു. അതിനുശേഷമുള്ള 3 ഘട്ടങ്ങളിലും സ്വതന്ത്രന്മാർ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിലെന്തെങ്കിലും വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ എന്നെ തിരുത്തിക്കോളൂ. എന്താ വേണു ഈ പറയുന്നത്? 2009 ശേഷം അങ്ങനെ. പക്ഷെ നിങ്ങൾ പറയുന്നത് 71 ശേഷം ആദ്യമായിട്ടാണ് പിന്നെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന്. അല്ല, അവിടെ കൊളാടി ഗോവിന്ദൻകുട്ടി, അതുപോലെ തന്നെ പിന്നെ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള STUവിൻ്റെ പ്രസിഡന്റ് റഹ്മത്തുള്ള, ഇങ്ങനെ തുടങ്ങിയ സ്ഥാനാർത്ഥികൾ. ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടറാണ്. അപ്പോൾ കൊളാടി ഗോവിന്ദൻകുട്ടി ഒരുപാട് സമയത്ത് അരിവാൾ നെൽക്കതിറിൽ മത്സരിച്ചിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ തന്നെ. ശ്രീ ഷംസുദ്ദീൻ, അങ്ങക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? 71 ചിഹ്നം ഏതായിരുന്നു? 71 ചിഹ്നം ഏതായിരുന്നു? അരിവാൾ നെൽക്കതിരായാലും അരിവാൾ ചുറ്റികയായാലും അങ്ങനെ പറയരുത്. 71 ചിഹ്നം ഏതായിരുന്നു? എന്റെ നേരിട്ടുള്ള ചോദ്യം, 71 ചിഹ്നം ഏതായിരുന്നു? 71 ആരായിരുന്നു സ്ഥാനാർത്ഥി? 71 ചിഹ്നം MK കൃഷ്ണൻ. MK കൃഷ്ണൻ CPMന്റെ സ്ഥാനാർത്ഥി ആണോ? ആണല്ലോ. നെൽക്കതിർ അരിവാൾ അല്ലല്ലോ ചിഹ്നം. പിന്നെ പൊന്നാനി അരിവാൾ ചുറ്റിക ചിഹ്നം എപ്പോഴാണ് കാണാൻ പോകുന്നത്? അല്ല, ഞാൻ
ഇടതുപക്ഷത്തിൽ CPI-ക്കായിരുന്നു ഞാൻ അതിലൊന്നും തർക്കമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ CPM-ന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ എന്നെ ഖണ്ഡിച്ചപ്പോൾ ഞാൻ കൃത്യമായി തിരിച്ചു പറഞ്ഞു 84 മുതൽ 2009 വരെ CPI നെൽക്കത്തർ അരിവാൾ. എനിക്ക് തർക്കമില്ല അതിലൊന്നും. നമുക്കിപ്പോ ആവശ്യമില്ലാത്തൊരു വിഷയത്തിലേക്ക് ഇത് കൊണ്ടുപോകാം. ഞാൻ ചോദിക്കട്ടെ വേണു, അല്ല അപ്പൊ CPM അല്ല എങ്കിൽ CPI-യുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ CPM പഴയ ആവേശത്തിൽ പ്രവർത്തിക്കൂല നിങ്ങൾ? ഇതൊന്നുമല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഒരു ഘട്ടത്തിൽ അല്ലല്ല, എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഒരു മാറിയ സാഹചര്യമുണ്ട്. CPM-ന് സ്വന്തം ചിഹ്നത്തിൽ പൊന്നാനിയിൽ മത്സരിക്കാൻ ആത്മവിശ്വാസം നൽകുന്നത് CPM-ന്റെ ശക്തി മാത്രമല്ല, ലീഗിന്റെ ദൗർബല്യം കൂടിയാണ്. അതാണ് എന്റെ ചോദ്യം. അങ്ങനെയല്ല. CPM എല്ലാ മണ്ഡലങ്ങളിലും, ഇപ്പോൾ ഇതുവരെ പല മണ്ഡലങ്ങളിലും, ഇടുക്കിയിൽ അതുപോലെ തന്നെ എറണാകുളത്ത് ഒക്കെ ഇതുപോലെ വന്ന ആളുകൾ, ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഹംസ CPM-ന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഉള്ള പലരും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ വരാറുണ്ട്. ജോയ്സ് ജോർജ് ഇനി ഇപ്പോൾ എടുത്തോന്ന് എനിക്കറിയില്ല, മുമ്പ് അദ്ദേഹം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അവരുടെ ഒരു തീരുമാനമാണ് എല്ലാ 20 സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മതി. അത് അവർ കണ്ടെത്തിയതാണ്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണോ ഗുണം, പാർട്ടി ചിഹ്നത്തിൽ അല്ലാതെ മത്സരിക്കുന്നതാണോ ഗുണം എന്ന് അവരുടെ പാർട്ടി ഡിസ്കസ് ചെയ്തിട്ട് അവരെടുത്ത തീരുമാനമാണ്. അല്ലാതെ അതൊരു പ്രത്യേക പ്രതീക്ഷയുടെ പുറത്താണ് എന്ന് വേണു കരുതും പോലെ ഞാനോ കേരളീയ സമൂഹമോ അങ്ങനെ കരുതുന്നില്ല. പിന്നെ 2009 ശേഷമുള്ള എല്ലാ പരീക്ഷണങ്ങളിലും കൃത്യമായ പ്രതീക്ഷ CPM-നുണ്ടായിരുന്നു. 2009 ഈ സീറ്റ് CPI-യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്. ആ പിടിച്ചു വാങ്ങിയിട്ട് ആദ്യം ഹുസൈൻ രണ്ടത്താണിയെ ഈ പറഞ്ഞ പോലെ ഒരു മതസംഘടനയുടെ സഹായവും മറ്റും ഒക്കെ ആയിരുന്നു അതിനെ പ്രതീക്ഷ. എന്താ സംഭവിച്ചത്? 85,000 മുതൽ 85,000 വോട്ടിന്. അല്ല, ലോക്സഭ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ നിയമസഭയാണെങ്കിലും അല്ലല്ല PT റഹീം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വേണു ഇവിടെ സംസാരിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് മാത്രമല്ല. CPI-യുടെ പഴയ കഥ പറഞ്ഞെങ്കിൽ ഒരു സെക്കൻഡ്, ഞാൻ അങ്ങയുടെ പൊന്നാനി കഥയെ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങയുടെ പൊന്നാനി കഥയെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ 2004 ഒരു അട്ടിമറി കഴിഞ്ഞാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതല്ല പറയുന്നത്. അല്ലല്ല, അങ്ങ് ഈ ഇടുക്കിയിൽ അങ്ങ് CPM സ്വന്തമായിട്ട് ചിഹ്നത്തിൽ നിൽക്കുന്നു, പൊന്നാനിയിൽ നിൽക്കുന്നു. അത് അവരുടെ കാര്യമെന്ന് പറഞ്ഞു പോകണ്ട. രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാത്രവുമല്ല, അവർ വിജയിച്ച പല കാര്യം, ഇപ്പോൾ ഹുസൈൻ രണ്ടത്താണിന്റെ അടക്കമുള്ളത് പരാജയപ്പെട്ടതാണ് എങ്കിൽ ശരി, പക്ഷെ വിജയിച്ച കഥകൾ കൂടിയുണ്ട്. അതും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ അടർത്തിയെടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PT റഹീം. അതിനുശേഷം അതേ ചുമതലകൾ കൊടുത്തു കാരാട്ട് റസാക്കിന്. എവിടെ പോയി? അല്ലല്ല, ഈ പറയുന്ന ജലീല്, ഈ പറയുന്ന അബ്ദുൾ റഹ്മാൻ പിന്നെ പോട്ടെ കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ ഈ NP ചെക്കുട്ടിയൊക്കെ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത് പോലെ ഒന്നുകിൽ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ലീഗിൽ നിന്ന് എത്ര ആളുകളെ അടർത്തിയെടുത്തു, അവർക്കെല്ലാം എത്ര വലിയ പദവികൾ നൽകി CPM. അപ്പോൾ ചെക്കുട്ടി പറയുന്നത് പോലെ ഈ INL ആയാലും അല്ല ലീഗുമായി ബന്ധപ്പെട്ട ഈ അടവ് നയമായാലും ഒക്കെ വെയിലത്തും മഴയത്തുമൊക്കെ നിർത്തിയെന്ന് പറയുമ്പോഴും പറ്റുന്ന രൂപത്തിൽ പലരെയും അടർത്തിയെടുക്കുകയും ശാക്തീകരിക്കുകയും മന്ത്രിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ജലീലിനെ അടക്കം. അപ്പോൾ ഇങ്ങനെ പല തന്ത്രങ്ങൾ അവർ പയറ്റിയിട്ടുണ്ട്. ഹംസയും ഒരു പുതിയ തന്ത്രമാണ്, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, അത് അവരുടെ കാര്യം. അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടേതായ തന്ത്രങ്ങൾ. അല്ല, അത് നിങ്ങളുടെ ദൗർബല്യത്തിന്മേൽ പണിയുന്ന സാധ്യതകൾ. അതാണ് ചോദ്യം. അവരുടെ ചോയ്സിനെ പറ്റിയല്ല ഈ പറയുന്നത്. എന്താ വേണം നിങ്ങൾ പറയാൻ സമ്മതിക്കാത്ത? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഡയറക്റ്റ് വരാം. ഇവിടെ ഇപ്പോ ഈ സമസ്തയും ലീഗുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വെറുതെ പറയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. സമസ്ത ലീഡർഷിപ്പും മുസ്ലിം ലീഗ് പാർട്ടിയുമായി അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെയാണ് SKSSF-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭാരവാഹികൾ വന്നത്. ആരാണത് അതിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് വന്നത്? പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് സമസ്തയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് വന്നത്. അപ്പോൾ സമസ്തയും ലീഗുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ലീഗ് സമസ്ത അണികളിൽ മഹാഭൂരിപക്ഷവും ലീഗുകാരാണ്. ലീഗ് അണികളിൽ നല്ലൊരു ശതമാനവും സമസ്തക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ളത് കേവലം മനപ്പായസമുണ്ടലാണ്. ഹംസ അങ്ങനെ ഒരു സമസ്തയുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾ വെറുതെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഹംസയെ നിങ്ങളൊരു പരീക്ഷണം, ഇപ്പോൾ അബ്ദുറഹിമാനെ പോലെ ഏറ്റവും പരാജയപ്പെട്ട നമ്മുടെ നിലമ്പൂർ MLA അൻവറിന്റെ പരീക്ഷണം പോലെ അതിലേറെ പരാജയപ്പെടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരിക്കും ഹംസ എന്ന്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. നിങ്ങൾ പറയുന്നു കോൺഗ്രസ് അവഗണിക്കുന്നു ലീഗിനെ. അവിടെ നിന്ന് മറുഭാഗം വരുന്നത് എന്താണ്? ഇപ്പോൾ ശ്രീ ചെക്കുട്ടിയെ പോലെയുള്ളവർ പറയുന്നത് എന്താണ്? നിങ്ങൾ കോൺഗ്രസ് അവഗണിക്കുന്നു, നിങ്ങൾ പുറത്തു നിർത്തുകയാണ്.
ഈ രണ്ടനുഭവങ്ങളും ലീഗുമായി ബന്ധപ്പെട്ടോ അതിൽ നിന്ന് നടന്നു വന്നവർക്കോ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള മറുപടി ഇതിൽ ഇപ്രാവശ്യം ലീഗ് മൂന്നാമത്തെ സീറ്റിന് വേണ്ടിയിട്ട് ഉറച്ചു ചോദിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം കാണാതെ നിങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്താൽ ശരിയാവില്ല. എന്താ പശ്ചാത്തലം? ലീഗിൻ്റെ അണികൾ കോൺഗ്രസിൻ്റെ സമീപകാലത്തെ നടപടികളിൽ പ്രത്യേകിച്ചും കടുത്ത അതിർത്തിയുള്ളവരാണ്. വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ലീഗ് ചില വിഷയങ്ങളിൽ UDF തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പറയേണ്ടി വരുന്നത്? അത് പലസ്തീൻ്റെ വിഷയത്തിലുണ്ട്, നവകേരള സദസ്സിലുണ്ട്, രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്, കേരളത്തോട് കാണിക്കുന്ന അവഗണനയുമായി ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഏറ്റെടുക്കാതെ പോയ കാര്യമുണ്ടല്ലോ പ്രകാശൻ മാഷേ. അല്ലല്ല, ഒറ്റ സെക്കൻഡ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രകാശൻ മാഷെ ഒറ്റ സെക്കൻഡ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും എടുത്ത നിലപാടാണോ നിങ്ങളെ സംബന്ധിച്ച്, അത് നിങ്ങൾ വലിയ വായിൽ വിമർശിച്ചല്ലോ, അപകടകരമായി തോന്നിയത്? അതോ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണമോ? അത് നിങ്ങൾ പിടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു ചോദ്യമായി വരുന്നു, അങ്ങയുടെ മറുപടി എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വിഷയം സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പങ്കെന്താണ്? ഇത് ലീഗ് സാദിഖ് അലി തങ്ങൾ പറയുകയാണ്, ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളുടെ ആഗ്രഹ പൂർത്തീകരണമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ബാബറി ധ്വംസനവുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ്, ബാബറി ധ്വംസനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്താണ് സാദിഖ് അലി തങ്ങളുടെ ഈ അഭിപ്രായത്തിൽ, ശ്രീ പ്രകാശൻ മാസ്റ്റർ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കുറെ ആളുകൾ ഞങ്ങൾക്കെതിരായിട്ട് കുറെ വർത്തമാനം പറഞ്ഞല്ലോ, അതിന് മറുപടി പറയണല്ലോ. ലീഗിന്റെ ആളും ചെക്കൂട്ടിയൊക്കെ കുറെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വരാം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത നിലക്ക് RSSന്റെ ശാഖയെ സംരക്ഷിച്ച ആളാണ് ഞാൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ, അതുപോലെ വേണമെങ്കിൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ, RSS നേതാക്കന്മാരെ പ്രകീർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇതെല്ലാം ലീഗ് അണികളിൽ ഉണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല. നിരവധി അവരുടെ ഉള്ളിൽ തട്ടിയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല. എല്ലാ സന്ദർഭങ്ങളിലും ലീഗിന്റെ അഭിപ്രായത്തെ അവർ മാനിക്കുന്നില്ലല്ലോ. ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന 5-6 വിഷയങ്ങളിൽ ലീഗ് നിലപാടുകൾ പറഞ്ഞു. ഒരു തവണയെങ്കിലും കോൺഗ്രസ് അത് മാനിച്ചോ? ഇപ്പോഴും ഒരു കാരണം വെച്ചാലും വഴങ്ങാനാവില്ല. അതിലൊക്കെ മുന്നണികളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ്, അതിലൊക്കെ മുന്നണികളിലുള്ള എല്ലാവരും പറയുന്ന കാര്യമുണ്ട്. ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരു പാർട്ടി ആയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് ഒരു മുന്നണി, അത് നിങ്ങൾക്ക് ബാധകമാണ്. ഇപ്പൊ മാവോയിസ്റ്റ് വേട്ടയുടെ കാര്യത്തിൽ പ്രകാശ് മാസ്റ്ററുടെ പാർട്ടിയും ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയും ഒരേ അഭിപ്രായക്കാരാണോ? അതൊന്നല്ല ഇതിനകത്ത് വിഷയം. അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസമുണ്ടാകുന്നുള്ള ഉറപ്പ്. പക്ഷേ ഒരു കക്ഷിക്കകത്ത് പ്രധാനപ്പെട്ട കക്ഷി അതിൽ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കക്ഷിയെ തള്ളിക്കളയുന്നു. രണ്ടാമത്തെ കക്ഷിക്ക് ഒന്നാമത്തെ കക്ഷിയോട് കീഴടങ്ങേണ്ടി വരുന്നു. ഇത് വരെയല്ലേ വിഷയം. ഇവിടെ ഇപ്പൊ ലീഗിന്റെ നേതാക്കന്മാർ എന്ത് തീരുമാനിച്ചാലും കൊള്ളാം, 2 സീറ്റ് മതി. ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ, 26 വരുന്ന 2 സീറ്റ് കിട്ടും. മലർപ്പൊടിക്കാരുടെ സ്വപ്നമല്ലേ 26-ൽ 2 രാജ്യസഭാ സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 26 വരെ ലീഗിന് 2 പേര്, അത് പറഞ്ഞല്ലോ പ്രതിപക്ഷം, 26 വരെ ലീഗിന് 2 പേര്, അത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 26 വരെ 2 പേരുള്ളൂ. 26 ലീഗിന് 1 സീറ്റ് നഷ്ടപ്പെടുമല്ലോ. ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ കോൺഗ്രസിന് സീറ്റ് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ്. അത് നിങ്ങൾ കാണാതിരിക്കുന്നു. അപ്പോൾ 1 സീറ്റ് വർദ്ധനയില്ല. അത് നിങ്ങളിപ്പോ ലീഗിന്റെ അണികളെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണമല്ലോ. അതിനുവേണ്ടിയാണ് തങ്ങളടക്കമുള്ള ആളുകൾ ഈ ലീഗിന്റെ വിവേകമല്ല, ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശരി. പ്രകാശ് മാഷ് തുറന്നോളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്ന ഞാൻ പറഞ്ഞ ഇപ്പോ എനക്കെതിരായിട്ടാണല്ലോ, ഇവിടെ CPM-നെതിരായ വാദങ്ങളാണല്ലോ ഇവിടെ 2 ആളുകൾ 10-20 മിനിറ്റായിട്ട് ഉന്നയിച്ചത്. ഞാൻ ഇതിന്റെ മറുപടിയാണ് പറയുന്നത്. ലീഗിന്റെ വിവേകമാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ലീഗ് അണികൾ പറയും ഇത് വിവേകമല്ല, കീഴടങ്ങലാണ്. ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കീഴടങ്ങുന്നത് ഇപ്പോഴും കീഴടങ്ങേണ്ടി വരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്ന കാര്യത്തിൽ പ്രകാശ് മാഷെ, പൊന്നാനിയിൽ ഇത്തവണ പാർട്ടി ചിഹ്നം തന്നെ ഹംസയ്ക്ക് നൽകിയത് മത്സരിക്കട്ടെ തീരുമാനമെടുത്ത് എന്തുകൊണ്ട്? പ്രകാശ് മാഷെ, പൊന്നാനിയിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഹംസ മത്സരിക്കട്ടെ തീരുമാനിച്ചു? എന്താണ് CPM-നുണ്ടായിരിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള വലിയ നിലക്കുള്ള സ്വാധീന വർധനകൾ കാണുന്നില്ലേ?
ന്യൂനപക്ഷങ്ങൾക്കിടയിലും ആവർത്തനമുണ്ട്. കാരണം അവർക്കറിയാം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും കരുത്തുള്ള പാർട്ടി CPM ആണ്, അത് കോൺഗ്രസ് അല്ല. അതിപ്പോ നിങ്ങൾ ഏത് ലീഗാരോട് ഈ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം സമസ്തയുടെ കൂടെ മനസ്സറിഞ്ഞുകൊണ്ടാണ്. ഹംസയുടെ സ്ഥാനാർത്ഥിത്വം സമസ്തയുടെ മനസ്സുകൂടി അറിഞ്ഞുകൊണ്ടാണോ? ഞങ്ങളാണ് സമസ്തയുടേതോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ BJP ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. CPM-ന്റെ ചിഹ്നത്തോട് ഒരു കാരണവശാലും അവർക്ക് എതിർപ്പുണ്ടാവാനിടയില്ല. എന്റെ ചോദ്യം ലീഗ് ഇല്ലാതെ UDF ഇല്ല, ലീഗ് ഇല്ലാതെ കോൺഗ്രസ് തന്നെ ഇല്ല എന്ന് പറയുമ്പോ സമസ്ത ഇല്ലാതെ ലീഗ് ഉണ്ടോ? അല്ല, ലീഗിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള ചർച്ചക്കൊന്നും ഞാനില്ല. ഞാൻ പറയുന്നത് ഇന്ന് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ രക്ഷകൻ ആര് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരവുണ്ട്. അത് ഏറ്റവും പ്രധാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്, CPM ആണ്. അതിന് ചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. ആ ചിഹ്നത്തോട് മമതയല്ലാതെ വിദ്വേഷം ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ഉണ്ടാവാനിടയില്ല. ഞങ്ങളെ കാര്യം കാണുന്നു. ശരി പ്രകാശ് മാഷ്, ഞാൻ വരാം. ശരി ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ VT ബൽറാം, ഇവിടെ പ്രകാശൻ മാഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാര് എന്ന് ന്യൂനപക്ഷത്തിന് മനസ്സിലായിരിക്കുന്നു, അവരുടെ മനസ്സിലുണ്ടാര് എന്നത്. അതുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് പാർട്ടി ചിഹ്നമായി വരുന്നത് അവിടേക്ക്. ഒന്ന്. രണ്ട്, ലീഗിന്റെ പല നിലപാടുകളും മുന്നണി തീരുമാനങ്ങൾക്ക് മുൻപേ തന്നെ ലീഗ് പ്രഖ്യാപിക്കുന്നു. അതെന്തുകൊണ്ടാണ്? സീറ്റുകളിൽ നിങ്ങളോട് വഴങ്ങിയിട്ടുണ്ടാകും, നിലപാടുകളിൽ വഴങ്ങിയിട്ടില്ല. ആ നിലപാടെന്ന് പറയുന്നത് ലീഗിന്റെ മാത്രം, UDF-നകത്ത് മാത്രം പരീക്ഷിക്കപ്പെട്ട് നിൽക്കുന്നതുമല്ല എന്നിപ്പോൾ ലീഗിന്റെ ബോധ്യമുണ്ട്. പുറത്തു നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്, അവരെ പ്രതിനിധീകരിക്കുന്നില്ല ഈ മുന്നണി, കോൺഗ്രസ് എന്ന വിമർശനം വരുന്നുണ്ട്. അതിൻ്റെ ആ പറയുന്ന വികാരത്തെ ഉൾക്കൊള്ളാനുള്ള ബാധ്യത UDF-നെ പലപ്പോഴും ഭേദിച്ച് ലീഗിന് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ട് പ്രകാശൻ മാസ്റ്ററുടെ വിശകലനത്തിൽ. മറുപടി അങ്ങയുടെ. ഞാൻ ശ്രീ പ്രകാശൻ സംസാരിച്ച ചില നിലവാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം സങ്കടകരമാണ്. അദ്ദേഹം പോരാളി ഷാജിയുടെ നിലവാരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇവിടെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. അദ്ദേഹം കേരളത്തിലെ KPCC പ്രസിഡന്റിനെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ പറഞ്ഞു നടക്കുന്ന നുണപ്രചരണം ചർവിത ചർവണമായിട്ട് ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു KPCC പ്രസിഡന്റ് വേണമെങ്കിൽ ഞാൻ BJP-യിൽ പോകും എന്ന് പറഞ്ഞു എന്ന്. നിങ്ങളും ഞാനും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം പൊതുസമൂഹവും ആ പ്രസംഗവും ആ ഇൻ്റർവ്യൂവും ഫുൾ സെൻറ്റൻസ് കേട്ടതല്ലേ. അതിൽ ആദ്യത്തെ ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ മാത്രമുള്ള നിലവാരമില്ലായ്മ ഇവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? അന്ന് K. സുധാകരൻ എന്താ പറഞ്ഞത്? BJP-ക്ക് പോകണമെന്ന് തോന്നിയാൽ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട, പക്ഷേ ഞാൻ പോവില്ല, കാരണം അതെൻ്റെ രാഷ്ട്രീയമാണ്, എൻ്റെ ബോധ്യമാണ്, എൻ്റെ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധതയാണ്, അതിൻ്റെ പേരിൽ ഞാൻ പോകില്ല എന്ന് പറയുന്ന ഒരു മുഴുവൻ സെൻറ്റൻസിൽ നിന്ന് ആദ്യത്തെ 10 സെക്കൻഡ് മാത്രം അടർത്തിയെടുത്ത് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചോട്ടെ. അത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നത് എത്ര ബാലിശമാണ്. അതേപോലത്തെ അദ്ദേഹം പറഞ്ഞു RSS ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന്. അത് ഏത് കാലഘട്ടത്തെക്കുറിച്ച് ശ്രീ K. സുധാകരൻ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്തെ കുറിച്ചാണ്. അത് 1970-കളിലാണ്. അന്ന് ശ്രീ K. സുധാകരൻ എന്ന് പറയുന്നത് സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമാണ്. ഇന്ദിരാഗാന്ധിക്കെതിരെ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കാനടക്കം അവസരമുണ്ടായ ആളാണ് K. സുധാകരൻ. അന്ന് അദ്ദേഹത്തോടൊപ്പം ജയിലിൽ കിടന്ന ആളാണ് BJP-യുടെ നേതാവായ ജനസംഘത്തിന്റെ നേതാവായ O. രാജഗോപാൽ. അതിനൊക്കെ ശേഷം RSS-ഉം ഈ CPM-ഉം അടക്കം ഒന്നിച്ചു ചേർന്ന് മത്സരിച്ചിട്ടാണ് 77-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കൂത്തുപറമ്പെന്ന് MLA ആയിട്ട് ജയിച്ചു വരുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇതാ ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ മാത്രമുള്ള ബാലിശമായിട്ടുള്ള നിലവാരമില്ലായ്മ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും തിരുത്തണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ, ഏത് വിഷയത്തിലാണ് UDF-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളിലേക്ക് പോയിട്ടുള്ളത്? ഫലസ്തീൻ വിഷയത്തിൽ ഏറ്റവും ആർജവത്തോടു കൂടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് ലീഗ് മാത്രമല്ല വിവിധ മുസ്ലിം സംഘടനകൾ ഒരുപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട്ട് ഞങ്ങളൊരു മഹാസമ്മേളനം നടത്തിയപ്പോൾ ജിഫ്രി തങ്ങൾ നേരിട്ട് സമസ്തയുടെ നേതാവ് അവിടെ കടന്നു വന്നു. അവിടെ AP വിഭാഗം സമസ്തയുടെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹക്കീം അസ്ഹരി അടക്കമുള്ള ആളുകൾ CAA വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വേദിയിലേക്കാണ് കടന്നു വന്നത്. ഇതിൻ്റെയൊക്കെ പേരിൽ CPM-ഉം ഇതുപോലെ സെമിനാറുകൾ നടത്തിയിരുന്നല്ലോ. ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? ഏതെല്ലാം സ്റ്റേച്ചറിലുള്ള ആളുകളാണ് പങ്കെടുത്തത്? അതേ വിഷയത്തിൽ ഞങ്ങൾ സെമിനാർ നടത്തുമ്പോൾ, ഞങ്ങൾ സമ്മേളനം നടക്കുമ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാ സംഘടനകളും അവരുടെ ഏറ്റവും സമുന്നതമായിട്ടുള്ള നേതൃത്വത്തെ ഞങ്ങളുടെ പക്കൽ
അടുക്കലേക്ക് ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി അയച്ചു എന്നുള്ളത് ഇതിൽ ആർക്കാണ് ക്രെഡിബിലിറ്റി ഉള്ളത് ഇതുപോലുള്ള വിഷയങ്ങളിൽ എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആരാണ് മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം മുഴുവൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കാനുള്ള പരിമിതമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാനുള്ള കരുത്തുള്ളത് എന്നുള്ളത് ഇവിടുത്തെ മുഖ്യധാര മുസ്ലിം സംഘടനകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ തിരിച്ച് ഒറ്റ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അദ്ദേഹം മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചും അവരുടെ റെപ്രസെന്റേഷൻ കുറയുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. കേരളത്തിലെ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് ആർജവമുണ്ടോ? കേരളത്തിലെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 21 ക്യാബിനറ്റ് പോസ്റ്റുകൾ ഉള്ളതിൽ 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോൾ അത് 2ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ തയ്യാറുണ്ടോ? 10% താഴെയാണ് കേരളത്തിലെ ക്യാബിനറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് ഒരു വാദം അങ്ങോട്ട് മുന്നോട്ട് വെച്ചാൽ മറ്റു പല കമ്മ്യൂണിറ്റികളും ഏതാണ്ട് 50%-ഓളം ക്യാബിനറ്റ് പ്രാതിനിധ്യം കൈയാളുന്നു എന്നുള്ള കണക്കുകൾ അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെ ചെറിയിപ്പിക്കുകയാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള കണക്കുകൾ പറയും, അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അടർത്തിയെടുത്ത് പറയും. ഇതൊന്നും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള ചർച്ചയ്ക്ക് അനുരൂപമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ പറയുന്നു, ഇതാ മുസ്ലിം ലീഗിൻ്റെ MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും കൂടി പരിഗണിക്കുമ്പോൾ മുൻപുള്ളതിനേക്കാൾ ഒരു MP വർദ്ധിക്കുന്ന സാഹചര്യമാണ് UDF-ന്റെ ചർച്ചകളിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് മുസ്ലിം റെപ്രസെൻറ്റേഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ട് UDF നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിൽ അണികൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് വൈകാരികമായിട്ടുള്ള അഭിപ്രായം തീരുമാനം വരുന്നത് വരെ പല ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ എടുക്കും. അതിനെയൊക്കെ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു, ആ വികാരത്തെ ഉൾക്കൊള്ളുന്നു. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലെത്തുമ്പോൾ അതിനെ ആവേശപൂർവ്വം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മുഴുവൻ അണികളും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി അവിടെ UDF ഒറ്റക്കെട്ടായി ഇന്ന് വൈകുന്നേരം തൊട്ട് തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്ന ആവേശകരമായിട്ടുള്ള കാഴ്ച മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ കുത്തിത്തിരിപ്പ്, ഇവർ BJP-ക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ മൃദു ഹിന്ദുത്വം പോലുള്ള തെറ്റായ ടെർമിനോളജികളിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വ്യാജമായിട്ടുള്ള പ്രിമൈസസ്, ഇതിനെ അംഗീകരിക്കുന്ന ആളുകളല്ല കേരളത്തിലെ പൊതുസമൂഹമെന്ന് അവർ എത്ര തിരിച്ചടി കിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. ശരി, എന്തായാലും ഇന്ന് ലീഗ് വഴങ്ങി. എന്നാൽ ശരി, ഇന്ന് എന്തായാലും ലീഗ് വഴങ്ങി. പക്ഷേ പൊന്നാനിയിലും മലപ്പുറത്തും ആരോടാണ് ലീഗ് വഴങ്ങിയത്? ഇന്ന് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ വരും നാളുകളിൽ ലീഗിന് മറുപടി പറഞ്ഞേ മതിയാകൂ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ.